നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന സ്ട്രെച്ചുകളുടെ ഒരു വീഡിയോ സീരീസ് ആണിത്. ഇത് ആ സീരീസിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രെച്ച് ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം. ഈ സ്ട്രെച്ചിന്റെ പേരാണ് കാറ്റ് കൗ. യോഗയിൽ ഇതിനെ മാർജാരാസനം എന്നും പറയും. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് നമ്മൾ ശ്വാസം നല്ല പോലെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ തല മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഭാഗം നല്ല പോലെ ഇങ്ങനെ താഴത്തേക്ക് ഒരു കർവിൽ എത്തണം. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് നമ്മൾ ഈ സ്പൈനിന്റെ ഭാഗം മാക്സിമം നമ്മൾ മുകളിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ച് നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഗം താഴണം. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ തല ഉള്ളിലേക്ക് ടക്ക് ചെയ്തിട്ട് ഇവിടെ നല്ലപോലെ ഉയർന്നു നിൽക്കണം. സ്ട്രെച്ചുകൾ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുന്നതും വിടുന്നതും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെച്ചിന്റെ എഫക്റ്റീവ്നെസ് കൂടും. നിങ്ങൾ ഈ സ്ട്രെച്ച് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യൂ. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള കൃത്യമായ അറിവുകൾക്കും സിമ്പിൾ ആയിട്ടുള്ള പരിഹാരങ്ങൾക്കും ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ പരിചയത്തിൽ നടുവേദനയുമായി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ പുറംവേദനയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യൂ.